പ്രശസ്ത സംവിധായകനായ പി ചന്ദ്രകുമാർ മോഹൻലാലിൻ്റെ തുടരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ ചെന്ന ചന്ദ്രകുമാറിന് ചില തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരാണ് ചന്ദ്രകുമാർ എന്ന് പലർക്കും അറിയില്ല. ആ തിക്താനുഭവം ഉണ്ടായി എന്ന് അറിഞ്ഞ ലാല് പിന്നീട് എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയിൽപ്പെട്ടവരെ കൂടുതൽ അറിയണമെന്നില്ല. അങ്ങനെ ഒരാളാണ് പി ചന്ദ്രകുമാർ. ചന്ദ്രകുമാർ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയാവുന്ന പ്രേംനസീർ, മധു തുടങ്ങിയവരെ വെച്ച് 10-55ഓളം സിനിമ ചെയ്തിട്ടുള്ളതാണ്. ശ്രീവിദ്യ, സീമ അടക്കമുള്ള നായികമാർ, നമ്മളൊക്കെ പറയാറില്ലേ, ഇന്ന സംവിധായകൻ്റെ സിനിമയിൽ ഒരു ചെറിയ റോളെങ്കിലും അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ചന്ദ്രകുമാർ 1977 ഒരു സിനിമയുമായി വന്നു. അന്ന് സ്വന്തം സംവിധായകനാകുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരായിരുന്നു. ആ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളാണ് സത്യൻ അന്തിക്കാട്. ചന്ദ്രകുമാർ ഒരു ചേട്ടനുണ്ടായിരുന്നു, പ്രശസ്ത സംവിധായകൻ പി ഗോപകുമാർ. ചന്ദ്രകുമാറിന് അനുജനുണ്ട്, അഭിനയം ആദ്യം തുടക്കത്തിൽ അഭിനയമായിരുന്നു, ക്യാമറ അസിസ്റ്റന്റ് തുടങ്ങിയുള്ള പ്രശസ്ത ക്യാമറമാനായ പി സുകുമാരൻ ഒരു സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. എപ്പോഴും നിരന്തരമായി സിനിമ ചെയ്ത് ഹിറ്റടിച്ച സംവിധായകനാണ് ചന്ദ്രകുമാർ. ഞാൻ പരിചയപ്പെടുമ്പോൾ മദ്രാസിലെ ഡയറക്ടേഴ്സ് കോളനിയിലാണ് താമസിക്കുന്നത്. ചന്ദ്രകുമാർ ഞങ്ങൾ പലപ്പോഴും കളിയാക്കാറുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ചില സുഹൃത്താണ്. ചന്ദ്രകുമാർ സെറ്റ് 4-5 സംവിധാന സഹായികൾ ഉണ്ടായിരിക്കാം. ചന്ദ്രകുമാർ ഉയരം കുറവായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കളിയാക്കും, ഇനി സംവിധാനം ചെയ്യാൻ പഠിക്കാൻ പോകുന്ന ആൾക്കാർ അതിൽ ചെറുപ്പമായിരിക്കും. അപ്പോൾ ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ പ്രത്യേകിച്ച് വേറെ ഇതില്ല, അവരൊക്കെ ഒരുമിച്ചായിരുന്നായിരിക്കണം. അങ്ങനെ സിനിമയെ സ്നേഹിച്ച് സിനിമയെ വളർന്ന ചന്ദ്രകുമാർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റു ചിലർക്കുണ്ടാകുന്ന പോലെ ചില ആദിപാപം പോലുള്ള സിനിമകൾ ചെയ്യേണ്ടി വന്നു. ആദിപാപം പോലുള്ള സിനിമകൾ ചെയ്യേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതൊരു കുറ്റകരമായ പുച്ഛഭാവത്തിലെടുക്കാൻ പാടില്ല. ഞാൻ ആ സിനിമ കണ്ടെത്തണം, ആ സിനിമ കണ്ടവരൊന്നും ആ സിനിമയെ കുറ്റപ്പെടുത്തില്ല. ആ സിനിമ ഇത്രയും മനോഹരമാക്കി എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെറും കാട്ടിലേക്ക് പോകുമ്പോൾ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെയാണ്, വെറും ഒരു ക്യാമറയുമായിട്ട് പോയിട്ടാണ് ഒരു മാജിക് പോലുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ചന്ദ്രകുമാറിൻ്റെ സത്യത്തിൽ മിക്ക സിനിമകളും കവർ ചെയ്യാൻ പോയി എനിക്ക് ആദ്യഭാവത്തിൻ്റെ സെറ്റ് കവർ ചെയ്യാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് ചന്ദ്രകുമാർ തുടരെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കണം. മദ്രാസിൽ ചെന്നു. ചന്ദ്രൻ പരിഭവത്തോട് പറഞ്ഞു, എന്നാലും പലിശ്ശേരി, നിങ്ങൾ ആദ്യഭാവത്തിന് ആ സിനിമ കവർ ചെയ്യാൻ വന്നില്ല, ഇത്രയും മനോഹരമായൊരു സിനിമയാണത്, നിങ്ങൾ അതിൻ്റെ ചില ടെക്നിക്കുകൾ അറിയേണ്ടതാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചന്ദ്ര കവർ ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, നിങ്ങൾ ഇനിയെങ്കിലും കവർ ചെയ്യാം. അവൻ അഭിലാഷ ഇവിടെ ഇല്ലല്ലോ, അഭിലാഷ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്രൻ അപ്പം ചെയ്തത്, അഭിലാഷ അന്ന് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. വിളിച്ച് പറയുന്നു, അഭിലാഷ അടുത്ത ഫ്ലൈറ്റിൽ മദ്രാസിൽ വന്നിറങ്ങുന്നു. അതായത് അന്ന് ഞാൻ നാനയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. നാനയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഐറ്റംസാണ്, പ്രത്യേകിച്ച് ആ കോസ്റ്റ്യൂം എല്ലാം ഇട്ടുകൊണ്ടാണ്. അപ്പോൾ അത്രയും ആവേശത്തോടെ തൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കവർ ചെയ്യാത്തൊരു പത്രപ്രവർത്തനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ബന്ധങ്ങളും അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്, അങ്ങനെ സുഹൃത്തിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ അടുത്ത ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് വരുത്തി ഫോട്ടോ എല്ലായിടത്തും എഴുതാനുള്ള അത്രയും ഡെഡിക്കേറ്റായ ഒരു സംവിധായകനാണ് ചന്ദ്രകുമാർ. ആ ചന്ദ്രകുമാർ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തൻ്റെ എല്ലാ സിനിമകളിലും അഭിനയിക്കാമായിരുന്നു, ചെയ്തില്ല. ഇതിൽ അഭിനയിക്കാൻ കാരണം, അപ്പോൾ ഞാൻ ഇത് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് ചന്ദ്രകുമാറാണല്ലോ, ഇത് ചന്ദ്രകുമാർ തന്നെയല്ലേ, അതേ ശബ്ദം അത് തന്നെ. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അത് ചന്ദ്രകുമാറാണ്. പക്ഷെ ചന്ദ്രകുമാർ എന്താണ് ഇങ്ങനെ ഇതിൽ വരാൻ കാരണം? ചന്ദ്രകുമാർ വരാൻ കാരണം
അന്വേഷിച്ചപ്പോഴാണ് മധുസാറിൻ്റെ 91ാമത്തെ ജന്മദിനം ആഘോഷിച്ചു. അന്ന് മോഹൻലാൽ വന്നിരുന്നു. അവരവിടെ കണ്ടു സംസാരിച്ചപ്പോൾ ലാലിൻ്റെ ഈ സൂക്ഷ്മ ദൃഷ്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പടത്തിൻ്റെ പരിപാടി നടക്കുന്ന സമയമാണത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടെന്ന് ലാലിനറിയാം. ലാലത് നിർമ്മാതാവ് രഞ്ജിത്തിനോട് പറഞ്ഞു. രഞ്ജിത്ത് മുഖാൻ സംവിധാനം കൂടി ആലോചിച്ചപ്പോഴാണ് ചന്ദ്രൻ അഭിനയിച്ചാൽ ഈ റോള് ശരിയായി നന്നായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിളിക്കാൻ കാരണം. പക്ഷെ അതിനേക്കാളും മുൻപ് വേറെ കാര്യമുണ്ട്. മോഹൻലാൽ ചന്ദ്രകുമാറിൻ്റെ ഉയരും ഞാൻ നാടാകെ എന്നുള്ളൊരു മനോഹരമായ പരണ്ട് ആദിവാസി സമൂഹത്തിൽപ്പെട്ട വയനാട്ടിൽ നടന്നൊരു ഇതല്ല സംഭവം. PM താജാണ് അതിൻ്റെ തിരക്കഥാ സംഭാഷണമൊക്കെ എഴുതിയത്. ആ സിനിമ ദേശീയ അവാർഡ് മത്സരത്തിന് പോയിട്ടുള്ളതാണ്. അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞ ലാല് അതിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടും എന്നെല്ലാം അത്രയും മനോഹരമായൊരു സിനിമയാണ്. അതായിരിക്കണം തോന്നുന്നു എനിക്ക് മോഹൻലാലിനെ നായകനാക്കി ചന്ദ്രകുമാർ ചെയ്ത അവസാനത്തെ സിനിമ എന്നാണ് എൻ്റെ തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലുള്ളത് കൊണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ചന്ദ്രകുമാർ ആദ്യം ഞെട്ടി. എന്നെ തന്നെയാണോ? അതെ, എന്നെ വിളിക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ രഞ്ജിത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു. അങ്ങനെയാണ് ശരി, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഭിനയിക്കാൻ പറ്റും. കാരണം ഒരു സംവിധാനമുള്ള ചന്ദ്രകുമാറിന് ഇവർക്ക് അറിയാവുന്നതിൽ അങ്ങ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്നെ റോള് പറ്റുമെങ്കിൽ ഞാൻ വരാം. അങ്ങനെയാണ് ഇവിടെ തൊടുപുഴയിൽ അഭിനയിക്കാൻ ചെന്നത്. അപ്പോൾ അന്ന് ചെന്നപ്പോൾ ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായില്ല. അവിടെ ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അടുത്താണ് ഷൂട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ ആൾക്കൂട്ടത്തിലൊന്നും ചന്ദ്രകുമാർ ഇല്ല. പക്ഷേ അവിടെ വന്ന ചന്ദ്രകുമാറിനെ തിരിച്ചറിഞ്ഞ ലാലു ഓടിച്ചെന്ന് ചന്ദ്രേട്ട എന്ന് പറഞ്ഞ് വിളിച്ച് സന്തോഷിപ്പിച്ചു. ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന ദിവസമാണ് അഭിനയിക്കേണ്ടത്, ഇതുവരെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സീനെടുക്കാൻ പോകുമ്പോൾ ഒരു മഴ പെയ്യുന്ന അന്തരീക്ഷത്തിലുള്ള സീനാണ്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ ചന്ദ്രകുമാറിനെ ഇന്നത്തെ സംവിധാന സഹായികൾക്കോ ടച്ചപ്പിനോ മറ്റുള്ളവർക്കോ അറിയണമെന്നില്ല. അറിയാതിരിക്കുമ്പോഴും ഉള്ള പെരുമാറ്റവും അറിഞ്ഞ ശേഷമുള്ളൊരു പെരുമാറ്റം ആരോടായാലും എപ്പോഴായാലും മാന്യതയോടെ ആയിരിക്കണം. അതിൽ വലുപ്പ ചെറുപ്പം നോക്കരുത്. അങ്ങനെ സംഭവമാണ്. അത് തിക്താനുഭവം തന്നെയാണ് ആ ലൊക്കേഷൻ ഉണ്ടായത്. പക്ഷെ ചന്ദ്രൻ അത് കാര്യമാക്കിയിട്ടില്ല. എന്താ പ്രശ്നം എന്നറിയുമോ? ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് പലരും ചന്ദ്രനെ കണ്ടത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ചന്ദ്രകുമാറിന് അവർ കൊടുത്തത്. ഇത് മോഹൻലാൽ അറിഞ്ഞിട്ടില്ല, നിർമ്മാതാവ് രഞ്ജിത്ത് അറിഞ്ഞിട്ടില്ല, സംവിധായകൻ തരുൺമൂർത്തി അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ പെരുമാറ്റം. അപ്പോൾ ചന്ദ്രൻ നിൽക്കേണ്ട ആസ്വദിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, ഇപ്പോൾ ചില സീനിൽ നിൽക്കാൻ പറയുമ്പോൾ അതിൽ ചന്ദ്രൻ സജഷൻ ഷോട്ടിലെടുക്കും, ഇല്ലയെന്നറിയാം മറ്റു വകയെടുക്കുമ്പോൾ. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചന്ദ്രൻ അഭിനയിച്ചത്. ഇത് മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ചെറിയൊരു പ്രശ്നം അതൊരു കൊടയുടെ പ്രശ്നം തന്നെയാണത്. ഈ മഴ പെയ്യുന്ന സമയത്ത് കൊട നിർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണം. അതിന് ചന്ദ്രകുമാറിന് കൊട കൊണ്ടുകൊടുത്തു. ഈ കൊടയാകട്ടെ ജൂനിയർ ആർട്ടിസ്റ്റിന് പിടിക്കുന്ന കൊടയല്ല. അതാണ് രസകരം. മാന്യമായിട്ടുള്ള ഇതിലൊരു കൊട കൊടുത്തു. ഇത് കണ്ടു വന്ന വേറൊരു ആൾ പറഞ്ഞു, ഈ കൊട മേടിച്ച് പറഞ്ഞു, അയ്യോ ഇതെന്തിനാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്? ഇത് ജൂനിയർ ആർട്ടിസ്റ്റിനുള്ള കുടയൊന്നുമല്ല, ഇത് വലിയ ആർട്ടിസ്റ്റ് അഭിനയിക്കേണ്ടതാണത്. അങ്ങനെ ഈ കൊട പിടിച്ച് കൊണ്ടുപോയി. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മാനസികമായ ചില പ്രശ്നങ്ങൾ, അതോ മോശമാക്കിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായാലും നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടുത്തെ പല വമ്പൻ ആർട്ടിസ്റ്റുകളും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് തിളങ്ങിയവരാണായിരിക്കണം. പേര് പറഞ്ഞോ, ഞാൻ ആദ്യം പറഞ്ഞ പേര് സീമയുടെ പേരിനായിരിക്കും. ഇന്നും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന നർത്തകിയായിട്ട് വന്ന സീമ ഇന്നും ഒരേ പെരുമാറ്റം സൂക്ഷിക്കുന്നു. മാന്യമായി പെരുമാറുന്ന ഒരു മഹതിയാണ്. അങ്ങനെ എത്രയോ പേര് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പറയാൻ പറ്റും. ഈ സംഭവം മോഹൻലാലിൻ്റെ ചെവിയിലെത്തി. മോഹൻലാൽ ശരിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വയലൻ്റ് ആവണ കൂട്ടത്തിലല്ല. ഈ ചന്ദ്രകുമാറിന് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ വല്ലാതായി. മോഹൻലാൽ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്യാൻ പോകുന്നത് ആർക്കും മനസ്സിലായില്ല. രഞ്ജിത്ത് ഞെട്ടി, ഈ കണ്ടു നിൽക്കുന്ന പലരും ഞെട്ടി. കാരണം ഒരുവിധം, അതായത് എന്തിനാണോ നീ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, അവനെ കണ്ട കയ്യോ കാലോ തല്ലി ഓടിച്ചുകൊണ്ട് മാന്യമായിട്ട് പെരുമാറില്ലേ. അപ്പോൾ ലാൽ എന്തു ചെയ്തു, എന്തു പറഞ്ഞു എന്നതിൻ്റെ പ്രസക്തിയേക്കാൾ കൂടുതലായി ലാൽ ചന്ദ്രകുമാറിന് വേണ്ടി പ്രതികരിച്ചത് വെറും ഒരു ചന്ദ്രകുമാറിന് മാത്രമല്ല, ഒരു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി വരുന്നവരും ആ സിനിമയുടെ ഭാഗം തന്നെയാണ്. അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല.
ഇന്ന് 6-മതോ 7-മതോ അസിസ്റ്റൻ്റായിരുന്ന സംവിധാന സഹായി പോലും പിന്നീട് വലിയ സംവിധായകരെ തീർന്നിട്ടുണ്ട്. അപ്പം ആരോട് മോശമായി പെരുമാറരുത് എന്ന സന്തോഷം കൂടി തൻ്റെ രോഷത്തിലൂടെ കൊടുക്കാൻ മോഹൻലാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചന്ദ്രകുമാറിനോട് പറഞ്ഞു, സോറി ചന്ദ്രേട്ട. ഇത് എത്ര പേർക്ക് കഴിയും?